ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസ് ഈ ഒരു ജില്ലാ കമ്മിറ്റി പ്രസ് മീറ്റ് വിളിക്കുന്നത് പ്രധാനമായും ഞങ്ങളിപ്പോൾ അസോസിയേറ്റ് ചെയ്തിട്ടുള്ള UDF നേതൃത്വത്തിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ നയിക്കുന്ന ജാഥയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നതിന് വേണ്ടി പാർട്ടിയുടെ സ്റ്റേറ്റ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരം ആണ് ഈ ഒരു പ്രസ് മീറ്റ് നടത്തുന്നത്. ഇതിനു മുമ്പ് തന്നെ ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിൽ MB ഗോവിന്ദൻ്റെ ജാഥ ഇപ്പോൾ കടന്നു പോവുകയാണ്. ഈ ജാഥയെക്കുറിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതൊരു ചെകുത്താൻ്റെ വേദോപദേശമാണ് എന്നുള്ളതാണ്. കാരണം കഴിഞ്ഞ 10 വർഷ കാലഘട്ടമായി തുടർച്ചയായി കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അവർ ഈ രാജ്യത്തെ തൊഴിലാളികളുടെയോ കർഷകരുടെയോ ദളിതരുടെയോ ഭൂരഹിതരുടെയോ വിധവകളുടെയോ അഗതികളുടെയോ തുടങ്ങി പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുള്ള ജനസമൂഹത്തിൻ്റെ യാതൊരുവിധ ജീവൽ പ്രശ്നങ്ങളും ചർച്ച ചെയ്യാതെയാണ് അവരുടെ യാത്ര കടന്നു പോയിട്ടുള്ളത്. നമുക്കറിയാം, കേരളത്തിൽ ഇപ്പോൾ സാർവത്രിക മേഖലയുടെയും പരാജയമാണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. കേരളത്തിൽ കഴിഞ്ഞ 10 വർഷ കാലഘട്ടം ഇവർ ഭരിച്ചിട്ടും ഇവിടുത്തെ സാധാരണ തൊഴിലാളികൾക്ക് അല്ലെങ്കിൽ അസംഘടിത തൊഴിലാളികൾക്ക്, ഇനി അതല്ലെങ്കിൽ ദളിത് മേഖലയിലെ ഭൂപ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി ഇതിനൊന്നും ഒരു നടപടികളും ഇവരുടെ ഭാഗത്തുനിന്നുണ്ടായിട്ടില്ല. 10 വർഷ കാലഘട്ടം തുടർച്ചയായിട്ട് ഭരിച്ചിട്ടും ഭൂപ്രശ്നം എന്നുള്ളത്, ഭൂരഹിതരുടെ പ്രശ്നം എന്നുള്ളത് വളരെ ഗൗരവമായ ഒരു പ്രശ്നമായി നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുകയാണ്. അതുപോലെ തന്നെ വിധവകൾ, അഗതികൾ എന്നൊക്കെ പറയും. ഇവരിപ്പോൾ ഈ ജാഥയിൽ ഉടനീളം പ്രസംഗിക്കുന്നതിലൊരു പ്രധാനപ്പെട്ട സംഭവം ഞങ്ങൾ പെൻഷൻ വർദ്ധിപ്പിച്ചു എന്നുള്ളതാണ്. കേരളത്തിൽ 3 ലക്ഷത്തോളം വിധവകളായ സ്ത്രീകളെ പെൻഷൻ കൊടുക്കുന്നതിൽ നിന്നും ഒഴിവാക്കിക്കൊണ്ടാണ് ഈ പെൻഷൻ വർദ്ധിപ്പിച്ചു എന്ന് ഗവൺമെൻറ് വീമ്പിളക്കുന്നത്. ബഹുമാനപ്പെട്ട മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന ഘട്ടത്തിൽ വാർഷിക വരുമാനം എന്ന് പറയുന്നത് 1 ലക്ഷം രൂപയായി കുറച്ചിരുന്നു. ഇപ്പോൾ അത് 3 ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ചിരിക്കുകയാണ്. 3 ലക്ഷം രൂപയായി വർദ്ധിപ്പിച്ചിട്ട് ആ രീതിയിൽ ഒരുപാട് ആളുകളെ പെൻഷൻ കൊടുക്കുന്നതിൽ നിന്ന് ഒഴിവാക്കി. വീണ്ടും ഇപ്പോൾ ഗവൺമെൻറ്റിൻ്റെ കണക്ക് പ്രകാരം 4 വീലുള്ള ഒരു ചെറിയ 2 വീലർ വണ്ടി ഉണ്ടെങ്കിൽ, വീട്ടിൽ 4 തെങ്ങുണ്ടെങ്കിൽ, വീടിൻ്റെ സ്ക്വയർ ഫീറ്റ് ഇച്ചിരി വർദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഒക്കെ പെൻഷനിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. 3 ലക്ഷത്തോളം വിധവകളെന്ന് പറഞ്ഞാൽ നമുക്കറിയാം, സമൂഹത്തിൽ പാർശ്വവൽക്കരിക്കപ്പെട്ട ഒരു ജനസമൂഹമാണ് വിധവകൾ. അത്തരത്തിലുള്ള സഹോദരിമാരെ പെൻഷൻ കൊടുക്കുന്ന പ്രക്രിയയിൽ നിന്ന് വളരെ ബോധപൂർവമാണ് ഒഴിവാക്കിയിട്ടുള്ളതെന്ന് കണ്ടെത്താൻ വേണ്ടി കഴിയും. ഒരു വിധവയാവുന്ന സ്ത്രീ ഓരോ വർഷവും പഞ്ചായത്തിൽ പോയിട്ടൊരു അഫിഡവിറ്റ് കൊടുക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ പുനർവിവാഹം കഴിച്ചിട്ടില്ല, അവർ ജോലി സ്ഥലത്താണെങ്കിൽ മറ്റെന്തെങ്കിലും തൊഴിലുകളിൽ ഏർപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഈ അഫിഡവിറ്റ് കൊടുക്കാൻ കഴിയാത്തവരെയും ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇങ്ങനെ 3 ലക്ഷത്തോളം ആളുകളെയാണ് ഈ മേഖലയിൽ ഒഴിവാക്കിയിട്ടുള്ളത്. എന്നിട്ടാണ് ഈ പെൻഷൻ കൂട്ടി നൽകി എന്ന് പറയുന്നത്. അത് ഒരു വശത്ത് അങ്ങനെ പോകുന്നു. മറ്റൊന്ന്, സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കുന്ന ഒരു ആനുകൂല്യമുണ്ട് ഈ സ്ത്രീകൾക്ക്. ദേശീയ കുടുംബധന സഹായം എന്ന് പറയുന്നൊരു ആനുകൂല്യം. കഴിഞ്ഞ 5 വർഷ കാലഘട്ടമായി കേരളത്തിലെവിടെയും ഈ ദേശീയ കുടുംബധന സഹായം കേരളത്തിൽ വിതരണം ചെയ്തിട്ടില്ല. സെൻട്രൽ ഗവൺമെൻറ് കൊടുക്കുന്ന ആനുകൂല്യമാണ്. ആ ഫണ്ട് വിതരണം ചെയ്യാത്ത ഏക സംസ്ഥാനമാണ് ഈ കേരളം എന്ന് പറയുന്നത്. എന്നിട്ടും ഇവർ ജനങ്ങളുടെ മുമ്പിൽ ഈ ചാരിത്ര പ്രസംഗം നടത്തി പോകുമ്പോൾ ഇതിനെ ചോദ്യം ചെയ്യപ്പെടാനുള്ള ഉത്തരവാദിത്തമുണ്ട് എന്നുള്ളതാണ് ഈ തൃണമൂൽ കോൺഗ്രസ് ഈ ഘട്ടത്തിൽ അവതരിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അതുപോലെ തന്നെ കാർഷിക മേഖലയിൽ, നമ്മുടെ കണ്ണൂർ ജില്ലയിൽ ഇപ്പോൾ കർഷകർ എന്ന് പറയുന്നത്, ആദിവാസികളെന്നൊക്കെ പറയുന്നത് വന്യമൃഗങ്ങളിൽ കൊല ചെയ്യപ്പെട്ട, ഇപ്പോൾ ആർല ഫാമിൽ മാത്രം കഴിഞ്ഞ 10 വർഷത്തിനുള്ളിൽ 12ഓളം ആളുകൾ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഈ പ്രശ്നങ്ങളെല്ലാം ഇങ്ങനെ നീണ്ടുപോകുമ്പോഴും ഇതിനൊന്നും ഒരു ശാശ്വതമായ പരിഹാരമുണ്ടാവാതെ പോകുന്നു എന്നുള്ളതാണ്. കാർഷിക മേഖലയെക്കുറിച്ച് നമുക്കറിയാം. കാർഷിക മേഖലയിൽ നമ്മുടെ കേരളത്തിൽ ഒരു വർഷമെന്ന് പറയുന്നത് ഏകദേശം 45 ലക്ഷം ടൺ അരി
നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഇപ്പോൾ കേരളത്തിൻ്റെ ആദ്യ ഗവൺമെൻറ് EMSൻ്റെ ഗവൺമെൻറ് ഉള്ള കാലഘട്ടത്തിൽ തന്നെ ഞാൻ പഠിച്ചിട്ടുള്ളതും മനസ്സിലാക്കിയിട്ടുള്ളതുമായ ഒരു കണക്ക് പ്രകാരം ആ കാലഘട്ടത്തിൽ 18 ലക്ഷം ടൺ അരി ഉൽപ്പാദിപ്പിച്ചിരുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. എന്നാൽ ഇപ്പോൾ കേരളത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നത് 3.5 ലക്ഷം ടൺ അരിയാണ്. അപ്പോൾ ഈ കേരളത്തിൽ ഏത് മേഖലയിലാണ് ഇവർക്ക് മുൻപോട്ട് പോകാൻ വേണ്ടി കഴിഞ്ഞുള്ളത്? സാർവത്രിക മേഖലയിലും പരാജയമാണ്. അഴിമതിയെക്കുറിച്ച് ഒരു നീണ്ട കണക്ക് തന്നെ പറയേണ്ടതില്ല. എന്താണ് പറയുക, നമ്മുടെ കോവിഡ് കാലഘട്ടത്ത് PP കിറ്റിലെ അഴിമതി മുതൽ രക്തസാക്ഷികളുടെ ഫണ്ടിൽ വരെ കൈയിട്ട് വരുന്ന അവസ്ഥയിലേക്കാണ് പാർട്ടിയും ഇടതുപക്ഷവും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൻ്റെ ഒരു പുതിയ പിറവിക്കായി അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരു വീണ്ടെടുപ്പിനായി UDFൻ്റെ പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ UDFൻ്റെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ ജാഥയ്ക്ക് തൃണമൂൽ കോൺഗ്രസിൻ്റെ എല്ലാ ഐക്യദാർഢ്യവും ജില്ലയിൽ പ്രഖ്യാപിക്കാനും അതിനുവേണ്ട സഹകരണങ്ങൾ ഏർപ്പെടുത്താനും പ്രചരണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും സംസ്ഥാന കമ്മിറ്റി നിർദ്ദേശം തന്നിട്ടുണ്ട്. തീർച്ചയായും ഞങ്ങളുടേതായ പ്രചരണ പ്രവർത്തനങ്ങൾ, ബോർഡുകളും മറ്റു കാര്യങ്ങളും എല്ലാം, കൊടികളും ഒക്കെ ആയിട്ട് എല്ലാ സ്വീകരണ കേന്ദ്രങ്ങളും ഉണ്ടാവും. നമ്മൾ